അതുപോലെ തന്നെ ഉർവശി ചേച്ചി വിക്കിപീഡിയ നോക്കിയപ്പോഴേ 5 ലാംഗ്വേജിലായിട്ട് 700ഓളം സിനിമകൾ. വിക്കിപീഡിയ പറയുന്ന വിശ്വസിക്കണ്ട. ഞാൻ പറയേണ്ട ഒരു കാര്യം പറയട്ടെ, എന്താണെന്നറിയാമോ? എൻ്റെ പിറന്നാള് ജനുവരി 25 വരുന്നു, ഫെബ്രുവരി 4 വരുന്നു. എന്നാൽ വെയിറ്റുള്ള എന്തെങ്കിലുമൊക്കെ അയച്ചെന്നാൽ കുഴപ്പമില്ല. ചാനലുകാർ വെറുതെ പിറന്നാളെന്ന് പറഞ്ഞങ്ങ് ഇടുക. 700ഓളം സിനിമകളെന്നാ എഴുതിയേക്കുന്നത്. അത്ര ഉണ്ടായിട്ടുണ്ടോ? അത്രയാണോ? എണ്ണം അറിയാവോ എത്ര സിനിമകളുണ്ടാവും? എന്തുവാ ജോലി ഇരുന്ന് എണ്ണ് അല്ലേ? ഞാൻ എണ്ണി എടുത്തതല്ല കേട്ടോ. ഇത് എനിക്ക് ആരാണ്ടോ പറഞ്ഞു തന്നാ. നിങ്ങൾ പിള്ളേരല്ലേ, നിങ്ങൾ ഇരുന്ന് എണ്ണി എൻ്റെ വിളിച്ച് പറയണം. പക്ഷേ ഫിലിമോഗ്രാഫി ഒന്നും കൊടുത്തിട്ടില്ല ഒരിടത്തും. അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഫിലിമോഗ്രാഫിയോ? ധൈര്യമായിട്ടാ പറഞ്ഞു. എന്തോ കൊച്ചിൻ്റെ പേര്? ഷിയോണോ? ലിയോൺ? എഴുതിക്കോ. ഷിയോൺ. ധൈര്യമായിട്ട് എവിടെയെങ്കിലും അപ്ഡേറ്റ് ചെയ്തോ. ഓക്കെ, ഞാൻ ലൈസൻസ് അല്ല, അത്രത്തോളം സിനിമകളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അനുഭവം, ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊഴുക്കിലൊരു ഒരു കനമുള്ള ഒരു ക്യാരക്ടർ. അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു ചിരി കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ല, ആ ക്യാരക്ടർ ലീലാമ്മേനെ കണ്ടപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചിയുടെ ഒക്കെ ഉള്ള ഒരു ഇത് തോന്നി. ഒരു അമ്മച്ചിയെ പോലെ തന്നെ തോന്നി. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെയൊക്കെ അപ്പോ അതിന്റെ പ്രിപ്പറേഷൻസോ അതല്ലയോ കൊച്ചെ ഞാനിപ്പോ ആ പയ്യനോട് പറഞ്ഞേ. അല്ല, ആരെങ്കിലും റെഫർ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും? റെഫറൻസോ അങ്ങനെ എന്തെങ്കിലും? അതല്ലേ പറഞ്ഞു. ഇതിപ്പോ ഷിയോൺ കണ്ടുപോലെ കുറെ അമ്മമാരെ ഞാനും കണ്ടിട്ടില്ലേ. അപ്പൊ എൻ്റെ അമ്മ അതുപോലുള്ള ഒരുപാട് അമ്മമാര് എനിക്കറിയാവുന്ന പോലെ അഭിനയിച്ചു. കൊള്ളായിരുന്നോ? എന്നാ ഓക്കെ. ഞാൻ ഒരു സമയത്തും കോൺഷ്യസ് ആയിട്ട് ഞാനിത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും. ഡയറക്ടർ പറഞ്ഞിരുന്നത് ഞാൻ ആ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചെയ്യുന്നതാണ്. കട്ടെന്ന് പറയുമ്പോൾ ഞാനാവും. പക്ഷെ കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പം എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും. ഞാൻ ഗ്ലിസറിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും. ഈ സിനിമ സിങ് സൗണ്ട് ആയിരുന്നു, അപ്പം ഡബ്ബിങ്ങും ഇല്ല നമുക്ക്. അപ്പം ഞാൻ ക്രിസ്റ്റോട് ആദ്യം ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, കുറേ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റോ. അപ്പോൾ ക്രിസ്റ്റോ എന്നോട് പറഞ്ഞ ചേച്ചിക്ക് എപ്പോൾ കരയണമെന്ന് തോന്നുന്നു അപ്പോൾ കരഞ്ഞാൽ മതി. അതേ ഉള്ളൂ ലീലാമ്മ. അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല എന്ന് ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റോവിനോട്. അത് ഒരു ഷോട്ടുണ്ട് ഞാൻ പാറുവിനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം വിങ്ങുന്ന ഒരു ഷോട്ടുണ്ട്, ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതിൽ ആ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു. കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും. ഷെയർ ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. കാരണം ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ടർ. അപ്പോൾ അവരുടെ സ്വാർത്ഥതയല്ല, അവർക്ക് സ്നേഹം അതിനുവേണ്ടി താഴ്ന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെയും നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട്. കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല മോനെ. ഞാൻ എല്ലാ ജനറേഷൻ്റെ കൂടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ. അപ്പോൾ എനിക്ക് ഒരേ പ്രായം. എനിക്ക് 10 വയസ്സ്. എൻ്റെ മോൻ ഓഗസ്റ്റ് 10 വയസ്സാവും. എനിക്ക് 10 വയസ്സ്.